കയ്യിൽ 1 കോടി. Are you ready? Powered by Josco Jewelers. ജീവിതത്തിന് നിറം പകരുന്നത് അർത്ഥപൂർണമായ സ്വപ്നങ്ങളാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറവും അർത്ഥവും പകരാനാണ് നമ്മൾ 1 കോടി രൂപ സമ്മാനമായി ഇവിടെ വയ്ക്കുന്നത്. ഈ 1 കോടി രൂപ സ്വന്തമാക്കാൻ കട്ടപ്പനയിൽ നിന്നും എത്തിയ 2 സഹോദരിമാർ സബിതയും സ്മിതയും. ഒരു കോടി വെച്ചിട്ടുള്ള നിങ്ങളുടെ സ്വപ്നം എന്താണ്? ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഒരു നല്ല വീട് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ സ്വപ്നം. ഓ, വെരി നൈസ്. അവരുടെ കയ്യിൽ ഇപ്പോൾ 60 ലക്ഷം രൂപയാണുള്ളത്. രണ്ടാമത്തെ ചോദ്യത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഒരിക്കൽ കൂടെ നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. സബിത ആൻഡ് സ്മിത ഫ്രം കട്ടപ്പന. സബിത കുട്ടി ഇന്ന് സാരി ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. സാരി ഉടുത്തേക്കാണ്. എന്റെ ഹസ്ബൻഡ് എനിക്ക് ഫസ്റ്റ് സെലക്ട് ചെയ്ത സാരിയാണ്. ഓ, ഹസ്ബൻഡ് ഫസ്റ്റ് സെലക്ട് ചെയ്ത സാരിയാ? സാരി ഉടുക്കുന്നതാണ് ഇഷ്ടവും. സാരി എനിക്ക് സാരി ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉടുക്കാൻ. അപ്പൊ അനിയത്തി എങ്ങനെ പഠിച്ചു ഇത്ര പെട്ടെന്ന്? അവൾ ടീച്ചർ ആയതുകൊണ്ട് വളരെ ഈസിയാണ്. എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് സാരി. ഫാസ്റ്റ് ആയിട്ട് കൊടുക്കുക? നല്ല ഫാസ്റ്റ് ആയിട്ട്. ഹസ്ബൻഡിന് ഇഷ്ടം സാരിയിൽ കാണാനാ ആണല്ലേ? ഓക്കെ. 60 ലക്ഷം രൂപ ഇപ്പോഴും നിലവിലുണ്ട്. രണ്ടാമത്തെ ചോദ്യമാണ് ഇന്ന് നേരിടാൻ പോകുന്നത്. ഓർമ്മയുണ്ടല്ലോ, ഇന്നലെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഓരോ ചോദ്യങ്ങൾക്കും മൾട്ടിപ്പിൾ ആൻസർ ഓപ്ഷൻസ് ഉണ്ട്. 60 സെക്കൻഡ്സ് പ്ലീസ് കെയർഫുള്ളി ഉപയോഗിക്കുക. മൾട്ടിപ്പിൾ ആൻസർ ഓപ്ഷൻസ് മുഴുവൻ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുക. ഓക്കെ, ഒരു ആൻസർ ഓപ്ഷന്റെ മുകളിൽ മാത്രം വെക്കരുത്. ഡേഞ്ചറസ് ആണത്. 1 കോടി രൂപ ചുരുങ്ങിയിട്ടാണ് ഇപ്പം നമ്മൾ 60 ലക്ഷത്തിലിരിക്കുന്നത്. ഇന്നലെ 40 ലക്ഷമാണ് ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ നഷ്ടപ്പെട്ടത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ഫേസ് ചെയ്യാൻ പോകുന്നത്. കാറ്റഗറീസിന് റെഡിയാണോ? റെഡിയാണ്. ഓക്കെ, സോ ലെറ്റ്സ് പ്ലേ. വിവൽ കയ്യിൽ 1 കോടി. ആർ യു റെഡി? Categories for question number 2 are വ്യക്തികൾ തിരുവനന്തപുരം. അറിയില്ല. തിരുവനന്തപുരം എടുത്താലോ? വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ കുറച്ച് നാൾ അവിടെ. പറഞ്ഞോളൂ. തിരുവനന്തപുരത്ത് കുറച്ചു കാലം വർക്ക് ചെയ്തിരുന്നു കേട്ടോ. അതുകൊണ്ട് തിരുവനന്തപുരം. Selected category is തിരുവനന്തപുരം. Answer options 4, 5, 6, 7. ചോദ്യം നോക്കാം. എത്ര കുന്നുകൾക്ക് മുകളിലാണ് തിരുവനന്തപുരം സ്ഥിതി ചെയ്യുന്നുവെന്ന് പറയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻസ് 4, 5, 6, 7. ആലോചിച്ച് തീരുമാനിക്കും. സമയം ആരംഭിച്ചിരിക്കുന്നു. എന്താ ചെയ്യുന്നേ? പറയൂ നീ. 5 വെക്കാം. കുറച്ച് 5, 6 വെക്കണം. വേണ്ടാന്ന് വെക്കട്ടെ. 40 seconds remaining. 4 വേണ്ടാന്ന് വെക്കുന്നു. ആണോ? ഷുവറാണോ? എത്ര വയ്ക്കുന്നുണ്ട്? വേഗം വെച്ചോളൂ കേട്ടോ. ഏതെങ്കിലും ഒന്നും ഉറപ്പില്ലല്ലോ. ആണോ? പിന്നെ കൂടുതൽ നമ്മുടെ കയ്യിലേക്ക് വയ്ക്കുന്നു. ആൻസർ 4 ഒന്നുമില്ല. 5 20 ലക്ഷം, 6 24 ലക്ഷം, 7 16 ലക്ഷം. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ വേണമോ വേണ്ടയോ? വേണ്ട. പ്രത്യേകിച്ച് ക്വസ്റ്റിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഒരു ഐഡിയയും ഇല്ല. അതുകൊണ്ട് ഒരു ഐഡിയ ഇല്ല. സ്പ്ലിറ്റ് ചെയ്തു മാത്രം. ഒന്നും അറിയില്ല. തിരുവനന്തപുരത്ത് വർക്ക് ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ട് എത്ര കാലം ഉണ്ടായിരുന്നു? 2 വർഷം വർക്ക് ചെയ്തു. 2 വർഷം. പക്ഷേ ഇത് ഒട്ടും അറിയില്ല. ഒരു കാര്യത്തെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. ഇങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് അറിയാൻ ബോധർ ചെയ്തിട്ട് പോലും ഇല്ല അല്ലേ? ഇല്ല. വർക്ക് ചെയ്ത് തിരിച്ചു വീട്ടിലേക്ക് വന്നു. അത്രയേ ഉള്ളൂ. എത്ര കുന്നുകൾക്ക് മുകളിലാണ് തിരുവനന്തപുരം സ്ഥിതി ചെയ്യുന്നുവെന്ന് പറയപ്പെടുന്നത്? അതാണ് ചോദ്യം.
ഏതാണ്ട് ഈക്വൽ ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് വെരി ക്ലോസ് ഫിഗേഴ്സ്. പ്ലീസ് സ്റ്റെപ്പ് അപ്പ്. 4 എന്ന ആൻസർ ഓപ്ഷൻ ഒന്നുമില്ല. 5 20 ലക്ഷം, 6 24 ലക്ഷം, 7 16 ലക്ഷം. ടോപ്പ് ഓർ ഡ്രോപ്പ്? എന്തുകൊണ്ട് 4 വെച്ചില്ല? പറഞ്ഞല്ലോ മാം, അറിയില്ല, ഒരു ഒന്നും ഐഡിയ അറിയില്ല. ഇല്ല അതിനെക്കുറിച്ച്. നമുക്ക് അതുകൊണ്ട് നമ്മളങ്ങ് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചു എന്നല്ലാതെ അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഒന്നെങ്കിൽ 16 ലക്ഷവുമായി അടുത്ത ചോദ്യത്തിലേക്ക് മത്സരം തുടരാം, അല്ലെങ്കിൽ ഇറ്റ്സ് ഗോണ ബി വെരി 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 ഡിസപ്പോയിന്റിംഗ്. ടോപ്പ് ഓർ ഡ്രോപ്പ്? താങ്ക് യു. പേടിച്ചു അല്ലേ? പേടിച്ചു, ശരിക്കും പേടിച്ചു. ഞാൻ ശരിക്കും പേടിച്ചു. തിരുവനന്തപുരം is built on 7 hills along a beautiful seaside. മൂന്നാമത്തെ ചോദ്യമാണ് അടുത്തത്. മൂന്നാമത്തെ ചോദ്യം മുതൽ 7ാമത്തെ ചോദ്യം വരെ വളരെ സൂക്ഷിച്ച് കളിക്കേണ്ടി വരും. ഓക്കെ, പ്രേക്ഷകർക്കായി നിങ്ങൾക്കും മത്സരിക്കാം വീട്ടിലിരുന്നുകൊണ്ട്. ഓപ്ഷൻസ് ഇതാണ്. ഓപ്ഷൻ എ സിബി മലയിൽ, ഓപ്ഷൻ ബി ശ്രീകുമാരൻ തമ്പി, ഓപ്ഷൻ സി ലോഹിതദാസ് ആൻഡ് ഓപ്ഷൻ ഡി ഭരതൻ. ചോദ്യത്തിന് കാത്തിരിക്കുക. കീപ് വാച്ചിങ്. ഇടുക്കി പോലെ ഒരു പിന്നോക്ക ജില്ലയിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും, വീട്ടിലുള്ള എല്ലാവർക്കും എങ്ങനെയാണ് ഇങ്ങനെ നന്നായി പഠിച്ച് ഓരോ ഉദ്യോഗത്തിൽ, രണ്ടുപേരും എംപ്ലോയിഡ് ആണല്ലോ, അങ്ങനെ ഒരു സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? അച്ഛൻ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യുന്ന ടൈപ്പാണോ? ഫാദർ എൻകറേജ് ചെയ്യുന്ന ടൈപ്പാണ്. ഞങ്ങള് അത് നിങ്ങൾക്ക് സ്വയം ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു? ഞങ്ങളുടെ ഫാദറും മദറും എംപ്ലോയിഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലെ ഒരു എംപ്ലോയ്മെന്റ് വളരെ ഇഷ്ടമുള്ള ഒരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. ഏൺ ചെയ്യുക എന്നുള്ളതിനേക്കാളും കൂടുതൽ നമ്മുടെ കുറച്ച് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് അതാണ് നല്ലതെന്ന് തോന്നി. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങി. പിന്നെ പഠിച്ചത് ഞങ്ങൾ ഇടുക്കിയിലല്ല, ഞങ്ങൾ രണ്ടുപേരും പഠിച്ചത് വേറെ. ഞാൻ കോട്ടയത്താണ് പഠിച്ചത്, സബിത എറണാകുളത്താണ് പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി എംപ്ലോയ്മെന്റിനെ പറ്റിയും അല്ലെങ്കിൽ എൻ്റെ എഡ്യൂക്കേഷൻ്റെ പല ഇതിലൊക്കെ പോകാൻ നമുക്ക് പറ്റുന്നുണ്ടായിരുന്നു. മാം എവിടെയാണ് പഠിച്ചതൊക്കെ? ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ ബഹ്റിനിൽ തന്നെയായിരുന്നു. പഠിച്ചത് CBSE സിലബസ് ആണ്. ഇന്ത്യൻ സ്കൂളിലാണ് പോയത്. 2-3 സ്കൂൾ, ഇടയ്ക്ക് ഞാനൊന്ന് ഊട്ടിയിൽ സെയിൻറ്റ് ഹിൽഡാസ് എന്ന് പറഞ്ഞ ഒരു ബോർഡിംഗ് സ്കൂൾ ട്രൈ ചെയ്തിരുന്നു. പക്ഷെ അത് സംഭവിച്ചില്ല, നടന്നില്ല. കാരണം ഐ എം എ സിംഗിൾ ചൈൽഡ്, ബ്രദർ സിസ്റ്റർ ഒന്നും ഇല്ല. ഇതുവരെ ഇൻഡിപെൻഡൻസി ഞാൻ പഠിച്ചില്ല. ഇതുവരെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഞാൻ കഴിഞ്ഞിരുന്നുള്ളൂ. സോ അങ്ങനെ അച്ഛൻ്റെയും അമ്മയുടെയും ഷെൽട്ടറിൽ കഴിഞ്ഞ ഒരു കുട്ടിക്ക് പെട്ടെന്ന് വിട്ടു നിൽക്കാൻ പറ്റിയില്ല. അങ്ങനെ തിരിച്ചുപോയി. എനിക്ക് തോന്നുന്നു നിങ്ങളെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലേ, ദാറ്റ് യു വാണ്ടഡ് ടു എന്താ, നിങ്ങളെ പേഴ്സണാലിറ്റി സ്വയം ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ വേദിയിൽ നിൽക്കുന്നത്. ശരിയല്ലേ? ശരിയാണ്. അതേപോലെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഹസ്ബൻഡ്സും അതാ. എക്സാക്ട്ലി. സോ ഗെയിം പൊസിഷൻ നോക്കാം. ഓൾറൈറ്റ്, ഗെയിം പൊസിഷൻ പ്ലീസ്. 16 ലക്ഷം കയ്യിലുണ്ട്. മൂന്നാമത്തെ ചോദ്യമാണ് അടുത്തത്. ഇനിയും നേരിടാൻ 5 ചോദ്യങ്ങൾ മാത്രം. കാറ്റഗറീസ് ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 3 are ജന്മദേശം കേരളം. ഏതെങ്കിലും വ്യക്തികളുടെ ജന്മദേശം ഒക്കെ ആയിരിക്കാം. കേരളം എടുത്താല് കേരളം അറിയില്ല. ജന്മദേശം കേരളം. കേരളം കേരളം കേരളം. Back to our state, Kerala. Answer options are Kochi,
കോട്ടയം, തൃശൂർ, തിരുവനന്തപുരം. ചോദ്യം നോക്കാം. കേരളത്തിലെ ആദ്യ അമ്മത്തൊട്ടിൽ സ്ഥാപിക്കപ്പെട്ടത് എവിടെ? ആൻസർ ഓപ്ഷൻസ്: കൊച്ചി, കോട്ടയം, തൃശൂർ, തിരുവനന്തപുരം. ആലോചിച്ച് തീരുമാനിക്കൂ. സമയം ആരംഭിച്ചിരിക്കുന്നു. കോട്ടയമാണ്. തിരുവനന്തപുരം. കോട്ടയം, ഇത് തിരുവനന്തപുരം. കോട്ടയം. 50 seconds remaining. എത്ര വെക്കണം? നമുക്ക് തിരുവനന്തപുരം. കോട്ടയം വെക്കാം. എന്നിട്ട് 2 ദിവസം കോട്ടയം ആണല്ലോ അല്ലേ? കോട്ടയം ഞാൻ കേട്ടിട്ടുണ്ട്. ആണോ? ഞാൻ കേട്ടിട്ടുണ്ട് കോട്ടയം. കോട്ടയം. ഒന്നത്തിലൂടെ വയ്ക്കുന്നു. ഒന്ന് കൊച്ചിയിൽ വെച്ചു. ഇത് വെച്ചു. തൃശ്ശൂരല്ലല്ലോ അല്ലേ? അതായിരിക്കാം. 10, 9. കൊച്ചി എന്ന ആൻസർ ഓപ്ഷനിൽ 2 ലക്ഷം, കോട്ടയത്തിൽ 10 ലക്ഷം, തൃശ്ശൂരിൽ ഒന്നും ഇല്ല, തിരുവനന്തപുരത്തിൽ 4 ലക്ഷം. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ വേണമോ വേണ്ടയോ? വേണ്ട. 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 ഗസ്സായിരുന്നു. സബിത കേട്ടിട്ടുണ്ടെന്ന് പറയുന്നു കോട്ടയം. കേട്ടിട്ടുണ്ടെന്ന് പറയുന്നു. കേട്ടിട്ട് കോൺഫിഡന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് 10 lakhs കോട്ടയത്തിൽ വെച്ചിരിക്കുന്നത്. അതെ. തോന്നുന്നു. തിരുവനന്തപുരത്തിൽ എന്തുകൊണ്ട് 4 ലക്ഷം, കൊച്ചിയിൽ 2 ലക്ഷം? സംശയത്തിന്റെ പേരില്. ചേച്ചി ചെറുതായിട്ട് കൺഫ്യൂസ് ചെയ്യുന്നു. കോട്ടയം ആണോ ഷുവർ ആണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു ടെൻഷനാണ്. ഞാൻ പറഞ്ഞു കുറച്ച് സ്പ്ലിറ്റ് ചെയ്തേക്കാം പറഞ്ഞതാണ്. ഓക്കെ, പ്ലീസ് സ്റ്റെപ്പ് അപ്പ്. കൊച്ചിയിൽ 2 ലക്ഷം, കോട്ടയത്തിൽ 10 ലക്ഷം, തൃശൂർ ഒന്നുമില്ല, തിരുവനന്തപുരത്തിൽ 4 ലക്ഷം. ടോപ്പ് ഓർ ഡ്രോപ്പ്? അമ്മത്തൊട്ടിൽ ഇവർ വെച്ചിരിക്കുന്ന amount കറക്റ്റ് ആണോ ഇല്ലയോ നമുക്ക് നോക്കാം. ബട്ട് ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക് ഓൺ വിവേൽ കയ്യിൽ 1 കോടി. ആർ യു റെഡി? വെൽക്കം ബാക്ക് ടു വിവേൽ കയ്യിൽ 1 കോടി. ആർ യു റെഡി? പവർഡ് ബൈ ജോസ്കോ ജുവലേഴ്സ്. ബ്രേക്കിന് മുൻപേ സവിതയ്ക്കും സ്മിതയ്ക്കും കിട്ടിയ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: കേരളത്തിലെ ആദ്യ അമ്മത്തൊട്ടിൽ സ്ഥാപിക്കപ്പെട്ടത് എവിടെയെന്ന്. തൃശൂർ എന്ന ആൻസർ ഓപ്ഷൻ അല്ല എന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ സവിതയ്ക്ക് തോന്നുന്നത് കോട്ടയം ഇസ് ദ റൈറ്റ് ആൻസർ എന്ന്. സോ 10 ലക്ഷം അതിലാണ് വെച്ചിരിക്കുന്നത്. കൊച്ചിയിൽ 2 ലക്ഷം ഉണ്ട്, തിരുവനന്തപുരത്തിൽ 4 ലക്ഷം ഉണ്ട്. എന്തായാലും മുന്നോട്ട് പോയാലേ പറ്റൂ. ടോപ്പ് ഓർ ഡ്രോപ്പ്? അടുത്ത റൗണ്ടിലേക്ക് പോവും എന്ന് ഉറപ്പാണ്. പക്ഷെ ഒന്നെങ്കിൽ കൊച്ചിയിലെ 2 ലക്ഷവുമായി, അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ 4 ലക്ഷവുമായി. കോട്ടയത്ത് ഒരുപാട് പ്രതീക്ഷകളായിരുന്നു അല്ലേ? എനിക്ക് എപ്പോഴും ഞാനങ്ങനെ വായിച്ചതായിട്ട് എനിക്കൊരു ഓർമ്മ. അവിടുത്തെ അമ്മത്തൊട്ടിലാണ് ആദ്യം. തിരുവനന്തപുരത്തിൽ 4 ലക്ഷം, കൊച്ചിയിൽ 2 ലക്ഷം. ടോപ്പ് ഓർ ഡ്രോപ്പ്?
ശരിയായ ഉത്തരം തിരുവനന്തപുരമാണ്. 4 ലക്ഷം അതിൽ വെച്ചതുകൊണ്ട് ഭാഗ്യം. ഗസ് വർക്ക് ആണെങ്കിൽ പോലും. ശിശുക്ഷേമ സമിതി ഫോം ചെയ്തത് November 14, 2002 അതിന്റെ കീഴിലാണ് അമ്മത്തൊട്ടിലുള്ളത്. ആൻഡ് ആദ്യത്തെ അമ്മത്തൊട്ടിൽ തിരുവനന്തപുരത്താണ്. കോട്ടയത്തിലെ അടുത്ത കാലത്താണ് അമ്മത്തൊട്ടിൽ വന്നത്. അപ്പൊ ആ വിവരമായിരിക്കും ചിലപ്പം വായിച്ചതാണ്. ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്? ഞാൻ അവിടെ സ്വരാജ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കട്ടപ്പനയ്ക്ക് അടുത്ത്. സ്വരാജ് സ്ഥലത്തിന്റെ പേരാണത്? ഓ ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. അവിടെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. എത്രാമത്തെ ഗ്രേഡിലാണ്? സെക്കൻഡറി. ഹയർ സെക്കൻഡറി. എന്ത് വിഷയം? ഹിന്ദിയാണ്. ഹിന്ദി. വാവ്. ഈ കയ്യിലൊരു കോടി ആർ യു റെഡി എന്ന് എങ്ങനെയാ ഹിന്ദിയിൽ പറയാ? ആത്മീയം ഇക്രോ. Are you ready? Are you ready? तैयार. क्या आप तैयार हो? आप तैयार. है आप तैयार? ആ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ യെസ്. ഓക്കെ, 4 ലക്ഷം കയ്യിലുണ്ട്. പൊസിഷൻ നോക്കാം. 4-4. ചോദ്യം നമ്പർ 4, 4 ലക്ഷം കയ്യില്. 4ാമത്തെ ചോദ്യത്തിൽ ഒരു ചെറിയ മാറ്റം ഉണ്ട്, അറിയില്ലേ? അറിയാം. എന്താ? 3 ഓപ്ഷൻ. 3 ഓപ്ഷൻ അല്ലേ? അപ്പൊ ഇത് ബണ്ടിൽ എങ്ങനെ 3 ഓപ്ഷൻ 2 വെച്ചാൽ മതി. ഒരു ആൻസർ ഓപ്ഷൻ കുറയ്ക്കാൻ പോകുന്നു. 3 ആൻസർ ഓപ്ഷൻസ് ആണ് ഇപ്പോഴ് മത്സരത്തിലുള്ളത്. 2 ആൻസർ ഓപ്ഷൻ മാത്രമേ നിങ്ങൾക്ക് കാശ് വെക്കാൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒരു ആൻസർ ഓപ്ഷൻ ഫ്രീ ആക്കി വിടും. Shall we see the categories? Okay. Categories for question number 4 are കവികൾ, കഥകളി. കഥകളി അറിയോ? കവികൾ രണ്ടും എനിക്ക് ശരിക്കറിയില്ല. ഏതാണെങ്കിലും കുറച്ചുകൂടി അറിയാവുന്ന ബെറ്റർ ആയിട്ട്. കഥകളിയിലെ വേഷങ്ങളൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അറിയാമായിരിക്കാം. ആളുകളെ കുറിച്ചൊക്കെ ചോദിച്ചാൽ അറിയില്ല. കവികളാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ. കവികൾ. കവികൾ. ചോസൻ കാറ്റഗറി കവികളാണ്. 3 ആൻസർ ഓപ്ഷൻസ് എന്താ നോക്കാം. വയലാർ രാമവർമ്മ, വൈലോപ്പള്ളി, വള്ളത്തോൾ നാരായണ മേനൻ. ചോദ്യം: ആധുനിക കവിത്രയത്തിന്റെ ഭാഗമായ കവി. ആൻസർ ഓപ്ഷൻസ്: വയലാർ രാമവർമ്മ, വൈലോപ്പള്ളി ശ്രീധരൻ മേനൻ, വള്ളത്തോൾ നാരായണൻ മേനൻ. ആലോചിച്ച് തീരുമാനിക്കൂ. Your time has begun. സമയം